വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് അറിയാം. എ ട്രീ ഈസ് നോൺ ബൈ ഇറ്റ്സ് ഫ്രൂട്ട്. മാനസാന്തരത്തിന് യോഗ്യമായ നല്ല ഫലം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് ആദ്യമേ മാനസാന്തരം വരണം. മനുഷ്യൻ സ്വതവേ ഒരു നന്മ ചെയ്യത്തില്ല. ചിലരെ നമ്മൾ നല്ല മനുഷ്യൻ എന്നൊക്കെ അങ്ങ് പ്രകീർത്തിക്കും. പക്ഷെ ഉറവ ശരിയല്ലെങ്കിൽ അത് ശരിയല്ല. സ്വർഗത്തിൽ അത് സ്വീകരിക്കത്തില്ല. ഞാൻ പറയുന്നത് വിശ്വസിച്ച് ഏറ്റെടുക്കുക. ഈ യെശയ്യാ 64 പറയുന്നുണ്ട്, നിൻ്റെ നന്മ പ്രവൃത്തികളെല്ലാം ജീർണവസ്ത്രം പോലെയാണ്. ജീർണവസ്ത്രം എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ ഈ നിലത്തൊക്കെ കാറിൻ്റെയൊക്കെ ഓയിൽ വീഴുന്നിടത്ത് തൂത്ത് കഴിയുമ്പോൾ തുണിയെ കണ്ടിട്ടുണ്ട്, കരി പോലെ കറുത്തിരിക്കും. അതുപോലെയാണ് നമ്മുടെ നന്മ പ്രവൃത്തിയെന്ന്. അപ്പോൾ അതിൽ നിന്നും പ്രശംസിക്കാനില്ല. പിന്നെന്തുവാ പ്രശംസിക്കാനുള്ളത്? ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ഈ ലോകത്ത് ജീവിക്കുമ്പോഴുണ്ടല്ലോ, ഒന്നുകിൽ നമുക്ക് നല്ല വീട് മേളിൽ പണിയാൻ വെക്കും, അല്ലെങ്കിൽ നമ്മൾ കയറിപ്പോവും ഒന്നുമില്ലാത്തവരെ പോലെ. അതാകരുത്. നമ്മൾ ദൈവത്തോട് പറയുന്നത്, കർത്താവേ നീ എനിക്ക് നല്ല ഫലം കായ്ക്കുന്ന ഒരു ഹൃദയം ഉണ്ടാക്കിത്തരണം. പിന്നെ ദൈവം അത് ചെയ്തോളും. ഇതൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഒക്കെ കർത്താവിൻ്റെ കമാൻഡ്സാണ് ഈ ദിവസങ്ങളിൽ എടുക്കുന്നത്. അപ്പം സ്വർഗരാജ്യം സമീപമായിരിക്കുന്നു എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു. എന്തിനാ പറയുക? മാനസാന്തരപ്പെടണം. ദൈവം പറയുന്ന വൃക്ഷം നല്ല സ്ഥലത്തല്ലെങ്കിൽ നല്ല ഫലം ഉണ്ടാകത്തില്ല. നമ്മൾ സൗരഭ്യവാസനയുള്ള മക്കളായി മാറണം. നമ്മൾ ദൈവത്തിൻ്റെ മാനപത്രങ്ങളായി മാറണം. അതായത് നമ്മൾ പോകുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തനം നടക്കുന്ന, അത് എഴുതപ്പെട്ട ഒരു പത്രം എന്ന് പറഞ്ഞത് രാവിലെ എല്ലാവരും വായിക്കുന്നു. ഇപ്പോൾ അതൊന്നും ആർക്കും മനസ്സിലാകത്തില്ല. കുറച്ച് കഴിയുമ്പോൾ പത്രം എന്താന്ന് നമ്മുടെ കാലത്ത് മനസ്സിലാകും. ഈ പത്രം എന്ന് പറയുന്നത് അന്നുള്ള ന്യൂസ് രാവിലെ തോറും വരുന്നതാണ്. അത് വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഈ യേശുവിനെക്കുറിച്ചുള്ള പ്രവർത്തനം എന്നിൽ കൂടെ നടക്കുന്നത് മാനപത്രമാക്കി നമുക്കൊരു പത്രത്തിൽ എഴുതപ്പെട്ട് എന്നും സ്വർഗത്തിൽ കാണുന്ന പോലെ ഭൂമിയിൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. നമ്മളത് മനസ്സിലാക്കിയാൽ ദൈവസന്നിധിയിൽ നമ്മൾ കൂടുതൽ സമയം ദൈവത്തോട് ഇരിക്കുക, പ്രവർത്തിക്കാൻ കുറച്ച് പോവുക. യേശു അങ്ങനെയാണ് ചെയ്തത്. രാത്രികാലം മുഴുവനും പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ടാണ് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. അതിലൊരാൾ യൂദായായിരുന്നു. അത് പിതാവ് അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്നുള്ള ഷുവറാണ്. നമ്മൾ ഒരു സ്ഥലം വാങ്ങിക്കാൻ പോവുക, ദൈവത്തോട് ചോദിച്ചിട്ട് വാങ്ങിക്കണം. ഒരാൾക്ക് പൈസ കൊടുക്കാൻ പോവുക, നമ്മൾ ചോദിക്കണം. ഒരു വസ്തു വാങ്ങിക്കാൻ അഡ്വാൻസ് കൊടുക്കാൻ പോവുക, ചോദിക്കുക. കർത്താവേ നിനക്ക് ഇതമല്ലെങ്കിൽ മാറിപ്പോകട്ടെ. നമ്മൾ നിരന്തരം ഇത് ദൈവത്തോട്, അതായത് ഒരു കമ്മ്യൂണിയൻ ഒരിക്കലും, അതായത് ശ്വാസം എടുക്കുന്ന പോലെ ദൈവത്തോട് ഇങ്ങനെ നമുക്ക് പറയാൻ നോക്കും. അതിന് ഇതിൻ്റെ നീണ്ട പ്രസംഗമൊന്നും ആവശ്യമില്ല. ജസ്റ്റ് മൊമെൻ്ററിലി ഇറ്റ് ഗോസ് അപ്പ്. അത് ഞാനും ദൈവമായിട്ടുള്ള കണക്ഷൻ മാറുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ട് ഈ 3 സ്വർഗം പഠിപ്പിച്ച ഒരു വലിയ സത്യമാണ്. 1-ാം സ്വർഗത്തിൽ വസിക്കുന്ന എനിക്ക് 3-ാം സ്വർഗത്തിലിരിക്കുന്ന പിതാവുമായിട്ട് ക്രിസ്തുവിൽ ഞാൻ ദൈവവുമായിട്ട് നിരപ്പായതോടുകൂടി ക്രിസ്തുവിൽ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അതായത് ദൈവവും ഞാനും 1-ാം സ്വർഗവും 3-ാം സ്വർഗവും എനിക്ക് ഒന്നായി മാറി. അപ്പോൾ എനിക്ക് എപ്പോഴും പിതാവിൻ്റെ അടുക്കൽ കയറി ചെല്ലാം. 2-ാം സ്വർഗത്തിലാണ് ഈ പിശാചുക്കൾ കളിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഈ മനസ്സിനകത്ത് 100 അഴുക്ക് ചിന്ത ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാവർക്കും ഉണ്ട്. ഈ തലയൊരു ഒരു സ്ഥലമായിട്ട് നമ്മൾ കാണാമെങ്കിൽ 1000 ആരോകളാണ് ദിനം പ്രതി രാവിലെ കയറി വരുന്നത്. അത് ശരിയല്ല, ഇത് ശരിയല്ല, അത് ചെയ്യണം, ഇത് ചെയ്യണം. ക്രിസ്തുവിലായിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു അവകാശം തരും. ആയിക്കോട്ടെ. അപ്പം ക്രിസ്തുവിൽ നല്ല ഫലം കായ്ക്കാൻ വേണ്ടി ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നു. യെശയ്യാ 64:8 പറയുന്നുണ്ട്, ഞങ്ങൾ കളിമണ്ണാണ്, നീ മെനയുന്നവൻ്റെ ജോലി എന്തുവാ? നമ്മളെ മെനഞ്ഞെടുക്കുകയാണ്. കർത്താവിൻ്റെ ഈ കുശവൻ്റെ കയ്യിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവൻ ഈ ചെളിയെടുക്കും. മണ്ണാണത്. ആ ചെളിക്കകത്തുള്ള അഴുക്ക് കീടങ്ങളെല്ലാം ആദ്യം അവൻ എടുത്ത് കളയും. അതിനകത്തുള്ള കട്ടിയായിട്ടുള്ള സാധനം എല്ലാം എടുത്ത് കളഞ്ഞ് വെച്ചാൽ ആ മണ്ണ് അല്ലെങ്കിൽ ആ ചെളി എടുത്ത് അവൻ കുഴച്ച് അവൻ്റെ കൈ കൊണ്ട് കുഴച്ച് അല്ലെങ്കിൽ കാലുകൊണ്ട് അത് സോഫ്റ്റാക്കി എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? സോഫ്റ്റാക്കി എടുത്ത് കഴിഞ്ഞിട്ടാണ് ഒലയിലോട്ട് കയറ്റി വെച്ചിട്ടത് വെള്ളം തൊട്ടത് മനോഹരമായ ഒരു പാത്രമാക്കി മാറ്റും. അപ്പം ദൈവത്തിൻ്റെ കയ്യിൽ ഇണങ്ങിയൊരു പാത്രമാക്കി എടുക്കണമെങ്കിൽ കർത്താവിൻ്റെ കയ്യിൽ കളിമണ്ണായിട്ട് മാറിയൊക്കത്തുള്ളൂ. എന്നെ ആരും തൊട്ടേക്കല്ലേ, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇന്നടത്തെയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദൈവം ഉപയോഗിക്കണമെങ്കിൽ കർത്താവിൻ്റെ കയ്യിലെ കളിമണ്ണ് ചിലപ്പം ദൈവം ഉണ്ടാക്കി വരുമ്പം താൻ ഉദ്ദേശിച്ച രൂപത്തിലുള്ള പാത്രമല്ല, ഒരു ദാക്ഷിണ്യം കൂടാതെ അത് വീണ്ടും കളിമണ്ണ് ഒന്നിച്ചാക്കി വെച്ച് നിലത്തോട്ട് എറിയും. അങ്ങനെയാണ് കുശവൻ ചെയ്യുന്നത്. കുശവൻ ഇത് മണ്ണ് താഴോട്ട്, ഈ ചെളി താഴോട്ട് ഇടുമ്പോൾ വീണ്ടും അതിൻ്റെ രൂപം മാറുകയാണ്. വീണ്ടും അതെടുത്ത് വെച്ചിട്ട് അതിന് ആകൃതി വരേണ്ട ദൈവത്തിന് ഇഷ്ടമുള്ള പാത്രമാക്കി രൂപാന്തരം. ഇറ്റ് ഈസ് എ പ്രോസസ്സ്. അതാണ് നമ്മുടെ ജീവിതത്തിലും ചെയ്യുന്നത്. മാനസാന്തരത്തിന് യോഗ്യമായ വിധത്തിൽ നല്ല ഫലം കായ്ക്കുന്നിടം വരെ
ദൈവം നമ്മളെ പണിതുകൊണ്ടേയിരിക്കുകയാണ്. ജീവനുള്ള വൃക്ഷം, അതായത് ആറ്റരികത്ത് നട്ടിരിക്കുന്നതും ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷമായി മാറണമെങ്കിൽ ഞാൻ ആകുന്ന കളിമണ്ണ് യേശുവിൻ്റെ കയ്യിലായിരിക്കണം. അത് ദിനംപ്രതി അപ്പിച്ച് മാറ്റും, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റും. അപ്പം നമ്മൾ പറയും ഈ 10 ഗുണം 10 ഗുണം എന്ന് പറയുന്നത്, ചില പിള്ളേരെ കണ്ടിട്ടുണ്ടോ? ചില പിള്ളേരെ കണ്ടാൽ അവർ പറഞ്ഞ ഉടനെ അവരനുസരിക്കും, ചില പിള്ളേരോട് പറഞ്ഞാൽ അവരനുസരിക്കത്തില്ല. കൊച്ചു പിള്ളേരിൽ അത് കാണാം. അപ്പോൾ നമുക്കറിയാം ആരിലാണ് ആ ഇൻറ്റ്യൂട്ടീവ് സ്പിരിറ്റ് ഉള്ളത്. ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ അനുസരിക്കും. ഇപ്പോൾ എനിക്ക് തന്നെ മോൻ്റെ കാര്യത്തിൽ അവൻ്റെ അപ്പൻ്റെ അമ്മ പറയും ഇവനൊരു ജെൻറ്റിൽ ഹാർട്ടാണ് ഉള്ളതെന്ന്. കൊച്ചുകുട്ടിയാണ്, കൊച്ചു കുഞ്ഞിലെ ആ ജെൻറ്റിൽ ഹാർട്ടാണ് ഉള്ളതെന്ന് അമ്മ വല്യമ്മച്ചി മനസ്സിലാക്കിയത് അവനിൽ ദൈവം ആ ക്യാരക്ടർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കുമ്പോൾ ക്യാരക്ടേഴ്സ് ആർ എവിഡൻറ്റ്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഉണ്ടാകുന്നതിന് മുമ്പ് നല്ല ഫലം കായ്ക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മുടെ നാവിനെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വാക്കിൽ നമ്മൾ തെറ്റാതിരിക്കുക. അതായത് നമ്മൾ വാക്കുകൊണ്ട് ഈ നാവിനൊരു പ്രത്യേകതയുണ്ട്. നാവിന് കടിഞ്ഞാണില്ല. അത് ചിന്തിക്കുന്നതിന് മുമ്പ് നാവ് വിളിച്ചു പറയും അത് ചെയ്യരുത്, സ്റ്റോപ്പ്, അത് ചെയ്യരുത്, നിർത്തവിടെ. ഈ ഓരോരുത്തർ ചിലപ്പോൾ ഈ ടെലിഫോണിൽ കൂടെ ഒക്കെ ഫോൺ ചെയ്യുമ്പോൾ, ഞാൻ ഈ അടുത്ത ദിവസം ഉണ്ടായതാണ്, ഫോൺ ചെയ്യുമ്പോൾ ഞാൻ കേൾക്കും. ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് എന്നെ ഒത്തിരി നേരം എടുത്ത് ഇവർ സംസാരിക്കരുത്, സമയമെടുത്ത് നമ്മളും കൂടെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കേൾക്കുന്നുണ്ടേ 50-30 വർഷം മുമ്പുള്ള കാര്യം തൊട്ട് അവർ തുടങ്ങും. എന്നാൽ അങ്ങനെ ഇതെല്ലാം നമ്മൾ കേൾക്കണ്ട്, നമുക്ക് ഭാരമില്ലാണ്ട്. ഞാൻ പറയും ഇതെല്ലാം കൂടെ തുടങ്ങി എപ്പോഴാണ് ഇത് തീരുന്നത് കർത്താവ്? കാരണം എന്താ, ഒരിക്കലും അത് ക്ഷമിച്ചിട്ടില്ല, ഒരിക്കലും അത് മറന്നിട്ടില്ല. അത് ദൈവത്തിൻ്റെ അല്ല. ഈ പഴയ കാലങ്ങൾ തൊട്ടുള്ളത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ആദ്യം ഒരു ദിവസം രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ഒരു കസേര ഇട്ടിട്ട് യേശു ആ കസേര ഇരിക്കുന്നതായിട്ട് കണ്ടിട്ട് ഇതെല്ലാ വിഷയവും യേശുവിനോട് അങ്ങ് പറഞ്ഞ് തീർക്ക്. എന്നിട്ട് അത് യേശു ഏറ്റെടുത്തെന്ന് അങ്ങ് വിശ്വസിക്ക്. ബാക്കിയുള്ളവരെ കൂടെ വെറുതെ വിളിച്ചത് പറഞ്ഞിട്ട് 30 വർഷം മുമ്പുള്ള സാഹചര്യത്തിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ നോക്കും? കേൾക്കുന്നത് നമുക്കത് നിർത്തി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് ശുദ്ധത മാറും. നമ്മളത് അതാണ് വേണ്ടാത്തത് കേൾക്കുക പോലും ചെയ്യരുത്. അരുതാത്ത കാര്യത്തിന് നമ്മുടെ കണ്ണ് പോകരുത്. ഇതൊക്കെ വേർപെട്ട ജീവിതം എന്ന് പറയുമ്പം വസ്ത്രത്തിനകത്തല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. നിൻ്റെ ഹൃദയം ദൈവത്തിനോട് ചേർന്നിരിക്കണം. വസ്ത്രം ഉടുക്കണം, അത് വേറെണ്ടെന്നില്ല. പക്ഷേ വസ്ത്രം അല്ല മെയിനായിട്ട് നോക്കുന്നത്, ഹൃദയം. നിൻ്റെ ഹൃദയം ശരിയാകുമ്പോൾ എല്ലാം ശരിയാകും. അത് കർത്താവ് പറയും, നിൻ്റെ വാക്കിൽ നീ തെറ്റിപ്പോകരുത്. നമ്മുടെ ഓരോ കണ്ണുകൾ അത് അപകടകരമാണ്. അത് നമ്മൾ ദൈവം വാങ്ങിക്കണമെങ്കിൽ ദൈവത്തിന് അനുഗ്രഹം വേണമെന്ന് ആഗ്രഹിക്കുക, അത് പറയുകയും ചെയ്യണം. നമ്മൾ നീതി എന്ന ഫലം കായ്ക്കുന്നവരാണ്. ഫലം ഉണ്ടാകുന്നുണ്ടോ? അതിന് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം നമുക്ക് വരണം. മുകളിൽ നിന്ന് ദൈവം ജ്ഞാനം ഇട്ട് തന്നിരിക്കുക. അതിനാരും മുകളിൽ പോകുന്നു? സ്വർഗത്തിലോട്ടൊന്ന് കയറി ചെല്ലാൻ പറഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ സ്വർഗത്തിലായിരിക്കും, നിങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ വരും. എത്ര പേര് കയറി വരും? ഇല്ലേ? അല്ലേ എന്നെ അതുപോലെ ഇഷ്ടം, വിമല വിളിച്ചില്ല നമുക്കൊന്ന് കയറി ചെന്നേക്കാം എന്ന് പറയും. അങ്ങനെയുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടോ? സ്വന്തം മക്കൾ പോലും ചിലപ്പം കയറി വരത്തില്ല. പക്ഷെ നമുക്കൊന്ന് ചെയ്യാം, കർത്താവിനോട് നമ്മളെങ്കിലും അടുത്ത് പോയി ഇരിക്കാം. വി ആർ റിഫ്ലക്റ്റിംഗ് ദ ഗ്ലോറി ആൻഡ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് ഓൺ എ ഡെയിലി ബേസിസ്. ഇതൊന്നും മാറ്റി ഈ ഒത്തിരി കിടന്ന് കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്തെടുക്കുന്ന മക്കളോട് ദൈവാത്മാവ് പറയുകയാണ്, നീ നീതി എന്ന ഫലം കായ്ക്കാൻ വേണ്ടി എൻ്റെ അടുക്ക വന്നിരിക്കുക. എനിക്ക് വേണ്ടി നീ സുവിശേഷത്തിനോ അല്ലെ എൻ്റെ വേലയ്ക്ക് എൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുക. നീ എനിക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ഞാൻ നിൻ്റെ കാര്യം ചെയ്ത് തരും. എത്ര പേർക്കത് വിശ്വാസമുണ്ട്? അങ്ങനെയുള്ളവർ വളരെ കുറച്ച് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരു സത്യമാണ് ഞാൻ വിളിച്ചു പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകണം. കർത്താവ് എഫെസ്യർക്കെഴുതിയ ലേഖനം 6:14 പറഞ്ഞു, സമാധാന സുവിശേഷത്തിൻ്റെ ചെരുപ്പിടണം. ഈ സമാധാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ ഒരു ഫലമാണത്. ഈ സമാധാനം നമുക്ക് കാലിന് ചെരുപ്പായിട്ട് ഇടണമെങ്കിൽ എനിക്ക് സ്വസ്ഥതയുള്ള ഒരു ആത്മാവുണ്ടാണ്. സ്വസ്ഥതയുള്ള ഒരു ആത്മാവുണ്ടണമെങ്കിൽ ഞാൻ സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അടുക്ക് പോയിരിക്കണം. അത് യേശുവാണ്. അത് ആ ഇടയൻ്റെ അടുക്കൽ പോയിരുന്ന് ഇടയൻ്റെ ശബ്ദം കേട്ട് ഏതാണ് ശരിയായ ഇടയനെന്നും ഏതാണ് കള്ള ഇടയനെന്നും മനസ്സിലാക്കണം. ജെറമ്യാ 34 കണ്ട് പറയുന്നുണ്ട്. നിസ്സക്കയിലാണെന്ന് 34 പറയുന്നു, കള്ള ഇടയന്മാരുണ്ട്, നീ അവരുടെ അടുക്ക പോയാൽ ഒരു ഗുണവുമില്ല.
സത്യം പറയുന്ന ഇടയൻ്റെ അടുക്ക പോയിരുന്നിട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കണം. ഇതൊക്കെ ദൈവം നമുക്ക് ദിനം പ്രതി തന്നിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടും നല്ല ആളുകൾ ഉണ്ടെന്ന്, കർത്താവിനെ അന്വേഷിക്കുന്നവരുണ്ടെന്ന്. അതായത് ഞാനെപ്പോഴും എൻ്റെ എന്നെ ഓർപ്പിക്കുന്ന കാര്യം, ഈ ഹാഗാർ കണ്ണുനീരോടെ കരയുന്നു, മകൻ മരിച്ചു പോകും വെള്ളമില്ലെന്നും പറഞ്ഞു. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളം, ഈ ഇസ്മയേലിൻ്റെ കരച്ചിൽ കേട്ടിട്ട് വെള്ളത്തിൻ്റെ ഉറവ കാണിച്ചു കൊടുക്കും. വെള്ളം അവിടെ നേരത്തെ ഉണ്ടായിരുന്നു, അവൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് അനുഗ്രഹം എനിക്ക് ചുറ്റും ഉണ്ട്, ഞാനത് കാണുന്നില്ല എങ്കിൽ അതിൻ്റെ കുഴപ്പം എനിക്കാണ്, ദൈവത്തിനല്ല. അപ്പം നമ്മളോട് ദൈവം പറയുന്നത്, അപ്പം നമ്മുടെ ചുറ്റും ഈ ജീവനദി ഒഴുകിയിട്ട് നീ കാണാതിരുന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? അത് കാണണം, ദൈവത്തിന് നിർബന്ധമാണ്. പിന്നെ നമ്മളോട് കർത്താവ് നാവിനെ സൂക്ഷിക്കാം, നാവിൻ്റെ ശാന്തതയാണ് ജീവവൃക്ഷം. ദൈവത്തിനെ അനുസരിക്കുന്നവരാണ് നമ്മൾ, അനുസരണ സ്വഭാവമാണ്, കൃപയും കരുണയും കാണിക്കുന്നവരാകണം. നമ്മളിൽ രണ്ട് സ്വഭാവം, ഹിപ്പോക്രസി അല്ലെങ്കിൽ കാപട്യ സ്വഭാവം ഉണ്ടാകരുത്. നമ്മൾ മാനസാന്തരത്തിന് യോഗ്യമായ നല്ല ഫലം കായ്ക്കാൻ ആഗ്രഹിക്കണം. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മളെക്കുറിച്ച് ദൈവം പറയുന്നത്, ജ്ഞാനമുള്ള സ്ത്രീ വീട് പണിയുന്നു. 7 തൂണുകൾ നാട്ടിയിട്ട് അവൾ വീട് പണിയുകയാണ്. സദൃശവാക്യത്തിൽ അവൾ പണിയുന്നത് 14. അപ്പം നമ്മൾ വീട് പണിയണമെന്ന് ആഗ്രഹിച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ജ്ഞാനമുള്ള സ്ത്രീ ആകണമെങ്കിൽ ദൈവത്തോട് എനിക്ക് അടുപ്പം വരണം. ഇതൊന്നും പെട്ടെന്നുണ്ടാകുന്ന അല്ല, ഇറ്റ് ടേക്സ് ടൈം. പക്ഷേ ഞാൻ നിലനിൽക്കുന്നത് അനുഭവിക്കുന്നവർ വിളിച്ചു പറയുമ്പം ഇതാണ് എന്നോട് ദൈവം സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. 14 സദൃശ്യവാക്യം, സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ തൻ്റെ സ്വന്തം കൈകൊണ്ട് പൊളിച്ചു കളയുന്നു. നമ്മൾ തന്നെയാണ്, ഒരു സ്ത്രീയാണ് ഒരു കുടുംബത്തിൻ്റെ വെളിച്ചം. വേറെടുത്തും അതേപോലെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിൽ ഒരു സ്ത്രീ വീട് പണിത് ആ വീടിനകത്ത് സകല കാര്യങ്ങളും കൊണ്ട് നിറച്ചു വെച്ചിരിക്കുന്നു. അത് ചെയ്യാൻ നമുക്ക് ദൈവം ഏൽപ്പിച്ചു തന്ന കടമ. നമ്മളത് മറന്ന് ജീവിച്ചാൽ എങ്ങനെയാണ്? ദൈവം എന്ത് ചെയ്യും? എല്ലാ അനുഗ്രഹവും ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളോട് കർത്താവ് പറയുന്നത്, നീ ജ്ഞാനമുള്ള സ്ത്രീയെ, സാമർഥ്യമുള്ള സ്ത്രീ, ഭർത്താവിനൊരു കിരീടം, നാണം കെട്ടവളോ അവൻ്റെ അസ്ഥികൾക്ക് ദ്രവത്വം. ഇതൊക്കെ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഉടനെ നമുക്ക് കാണാം എന്താണ് നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നോക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് അതും വിവേകത്തോടെ പ്രാപിച്ചെടുക്കുക. 7 തൂണുകൊണ്ട് വീട് പണിയണം, അല്ലാതെ ചുമ്മാ അത് തോന്നിയ പോലെ. പിന്നെ നമ്മൾ 31 സദൃശവാക്യത്തിൽ പറയുന്ന സാമർഥ്യമുള്ള സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു വലിയ തുണയാണ്. നമ്മളെല്ലാം ഹെൽപ്പ് മീറ്റ് എന്നാണ് പറയുന്നത്, സഹായിക്കേണ്ടിയവർ. മക്കൾ എഴുന്നേറ്റ് നിങ്ങളെ ഭാഗ്യവതി എന്ന് പറയും, അവരുടെ ഭർത്താവളെ പ്രശംസിക്കും. അനേകം തരുണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്, നീയും അവരെല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കുന്നു. ലാവണ്യം വ്യാജ്യവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. യഹോവാഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും, അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പീൻ. അവളുടെ സ്വന്തം പ്രവൃത്തികൾ പട്ടണവാതിക്കൽ അവളെ പ്രശംസിക്കട്ടെ. ഇതൊക്കെ മാനിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ജോലിയാണ്. ഞാനൊരു വാഗ്ദത്തം പറയുകയാണ് കർത്താവിൻ്റെ ആത്മാവിൽ, ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്നവർ വർഷാവസാനത്തിന് മുൻപ് ദൈവം മാനിക്കും. അത് നിങ്ങൾക്കൊരു ദൂതാണ്. നിങ്ങൾ എവിടെ അപമാനിക്കപ്പെട്ടോ അവിടെ ദൈവം തമ്മിൽ അതിശയമായിട്ട് ഇറങ്ങി വന്ന് നമ്മളെ മാനിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ കിരീടം നമ്മുടെ തലയിൽ വെച്ച് തരട്ടെ. പ്രാർത്ഥിക്കും. നാഥാ, നിൻ്റെ മുൻപിലേക്ക് കടന്നു വരികയാണ്. വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ടാണ്. വൃക്ഷത്തിൻ്റെ വേര് ശരിയല്ലെങ്കിൽ ഒരു കാര്യം ശരിയാകത്തില്ല. നീയാകുന്ന വേരിലേക്ക് ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെടും. ഇശായിയുടെ വേരിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ച്ചു നിൽക്കും. ഞങ്ങൾ അവിടെയാണ് ആശ്രയിക്കുന്നത്. അത് യേശുക്രിസ്തു തന്നെയാണ്. ഇശായിയുടെ മകൻ്റെ കൊച്ചുമക്കളായിട്ട് മകൻ്റെ മകനായിട്ട് വരുമ്പം യേശു അവിടെ ആ വഴിയിൽ ദാവീദ് പുത്രനായിട്ട് കടന്നു വന്ന യേശുവിനെയാണ് സംസാരിക്കുന്നത്. ഇനിയുള്ള കാലങ്ങൾ ഈ ക്രിസ്തുമസിൻ്റെ സമയം, ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസങ്ങൾ, കർത്താവിൻ്റെ വരവ് എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട പ്രാഗൽഭ്യത്തോടെ ദൈവത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വീകരിച്ച് ദൈവത്തിൻ്റെ നന്മകൾ ഞങ്ങളിൽ കൂടെ മറ്റുള്ളവരേക്ക് പകർന്ന് കൊടുക്കുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ. നാഥ, സത്യം ഞങ്ങൾ വാങ്ങിക്കുന്നവർ ആയി മാറണം, സത്യം കൊടുക്കുന്നവരുമായി മാറണം. ദൈവം നിന്നിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചിട്ട് അത് കൊടുക്കാനുള്ള ഹൃദയം തരണം. അത് ദൈവത്തിൻ്റെ ആത്മാവിൽ നടക്കണം. നീ അല്ലാതെ വേറൊരു ശക്തി ഞങ്ങളുടെ മുമ്പിൽ നിൽക്കരുത്. സത്യദൈവം ആരെന്ന്, ഇടയൻ ആരെന്നും, നല്ല ഇടയൻ ആരെന്നും,
ആടുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. അത് ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ സാധിക്കത്തുള്ളൂ. ഞങ്ങളുടെ തലമുറകൾക്ക് നല്ല ഇടയന്മാരെ കാണിച്ചു കൊടുക്കണം. അവർ സിംഹവും സിംഹിയുമൊക്കെ വരുമ്പം പേടിച്ചോടിപ്പോകുന്നവരാകരുത്. അവർ കൂടെ നിന്ന് നമ്മുടെ മക്കളെ ക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നിടം വരെ വിശ്വസ്തയോടെ നിൽക്കാൻ കഴിവുള്ള സ്ട്രാറ്റജിക് ഹെൽപ്പേഴ്സ്, നല്ല ദൈവാത്മാവുള്ള ഇടയന്മാരെ കൊണ്ടു കൊടുക്കണം. അതപ്പച്ചൻ ചെയ്തേ ഒക്കത്തുള്ളൂ. വയലെ വിളവ് നിറഞ്ഞു കിടക്കുന്നു, വേലക്കാരോ ചുരുക്കം. വേലക്കാരനെ അയക്കണമേ എന്ന് പിതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുത്രൻ്റെ നാമത്തിൽ അത് ചോദിക്കുന്നു. അവിടുന്ന് അത് ചെയ്തെടുത്താട്ട് ഒരു വൃക്ഷം നല്ല ഫലം ഉണ്ടാകുന്നിടം വരെ അതിൻ്റെ വേര് നിന്നോട് ചേർത്ത് വെച്ച് ആ മുന്തിരി കെട്ടിവെച്ചിരിക്കുന്ന പോലെ, മുന്തിരി വള്ളിയും മുന്തിരി ഒന്നായതുപോലെ ഞങ്ങളും തലമുറകളും നിന്നോട് ചേർന്ന് നിന്ന് നല്ല ഫലം കായ്ക്കാനിടയാക്കിക്കാട്ടെ. പ്രാർത്ഥനയായിട്ട് ഉത്തരം തരുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.